നമസ്കാരം. പ്രവാസി മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള കസ്റ്റംസ് നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ വൻ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2026 പുതിയ ബാഗേജ് നിയമങ്ങൾ, അതായത് ബാഗേജ് റൂൾസ് 2026 പ്രകാരം സ്വർണ്ണാഭരണങ്ങളുടെ വില നോക്കിയല്ല, മറിച്ച് തൂക്കം മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇതോടെ വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധനകൾ കൂടുതൽ ലളിതമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സ്ത്രീകൾക്ക് 40 ഗ്രാം സ്വർണമോ അല്ലെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപയോ എന്നതായിരുന്നു പരിധി. എന്നാൽ സ്വർണ്ണവില ഗ്രാമിന് 15,000 രൂപയ്ക്ക് അടുത്തെത്തിയ നിലവിലെ സാഹചര്യത്തിൽ 40 ഗ്രാം സ്വർണത്തിന് 60 ലക്ഷം രൂപയോളം വില വരും. പഴയ നിയമപ്രകാരം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണത്തിന് നികുതി നൽകേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വില പരിധി പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് വില എത്രയായാലും സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നികുതിയും കൂടാതെ ഇനി കൊണ്ടുവരാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 40 ഗ്രാം വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള അനുവാദമാണ് കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്നത്. 1 വർഷത്തിലധികം വിദേശത്ത് താമസിച്ച ഇന്ത്യൻ വംശജർക്കോ ടൂറിസ്റ്റുകൾക്കോ ആണ് ഈ ആനുകൂല്യം ലഭിക്കുക. കൂടാതെ സ്വർണമല്ലാത്ത മറ്റ് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഡ്യൂട്ടി ഫ്രീ പരിധി 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു പുതിയ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നോട്ട് പാഡ് കൂടി നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ തീരുമാനം ഗൾഫ് മലയാളി അടക്കമുള്ള പ്രവാസികൾക്ക് വലിയ നേട്ടമാകും. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഇതേ അളവിൽ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുവാദം ഉണ്ടായിരുന്നുവെങ്കിലും ഇവയുടെ വില യഥാക്രമം 1 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 50,000 രൂപയുമായി നിജപ്പെടുത്തിയിരുന്നു. ഈ വില പരിധിക്ക് മുകളിലുള്ള സ്വർണത്തിന് കസ്റ്റംസ് തീരുവ ബാധകമായിരുന്നു. പിഴ ഒഴിവാക്കാൻ യാത്രക്കാർ സ്വർണത്തിന്റെ പർച്ചേസ് ഇൻവോയ്സുകൾ കൈവശം വയ്ക്കണമെന്നും ഒരു നിർബന്ധമുണ്ടായിരുന്നു. റെഡ് ചാനലിൽ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനേക്കാൾ അധിക മൂല്യം അവയ്ക്ക് ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വിലയുടെ പരിധി എടുത്തു കളയുകയും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണത്തിനുള്ള തൂക്കം മാത്രം പരിഗണിക്കുക എന്ന ഭേദഗതി വരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതോടെ ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.